ഈ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ 34 വസന്തങ്ങൾ കണ്ടിട്ടുണ്ട്, 34 വേനലുകൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സർ? അതിനെക്കുറിച്ച് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കാര്യം, ഇതൊരു ബ്ലെസ്ഡ് ഇൻഡസ്ട്രിയാണ്. എല്ലാ പെർഫോമിംഗ് ആർട്ട് ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുമ്പോൾ സിനിമ എന്ന് പറയുന്നത് വളരെയധികം മാറ്റമുള്ള ഒരെണ്ണമാണ്. അതിന് ഒരുപാട് പോസിബിലിറ്റീസും ഒരുപാട് റീച്ചുള്ളതാണ്. എൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പം അത്തരം അതിനുള്ളിൽ ഇത്രയും വർഷമായിട്ട് നിൽക്കുക എന്ന് പറയുന്നതിന് ആദ്യമേ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതിലുപരി ഈ ഇത്രയും വർഷം സിനിമയിൽ നിൽക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിലൂടെയാണ്. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ തന്ന അത് എഴുതിയ എൻ്റെ സംവിധായകരെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, നമ്മുടെ കൂടെ അഭിനയിച്ച ആൾക്കാർ, അതുപോലെ ഈ സിനിമ കണ്ടിട്ട് നമ്മളെ ഇഷ്ടമാണല്ലോ, ഇഷ്ടമായിട്ട് വീണ്ടും നമ്മളെ സിനിമ ചെയ്യാനായിട്ടുള്ള എന്താ പറയുന്ന ഒരു ചാർജ് തരുന്ന ഓഡിയൻസ്, എല്ലാവരോടും നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അല്ലാതെ നമ്മൾ തീർച്ചയായിട്ടും ഒരാൾ ചോദിക്കുമ്പോഴാണ് ഇത്ര വർഷമായി സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ എല്ലാ പ്രൊഫഷനിലും ഉണ്ടല്ലോ, ഒരു ജോലി ചെയ്തു, പിന്നെ ഒരുപാട് നാൾ ജോലി ചെയ്തു, അതിൽ നിന്ന് റിട്ടയറായി. പക്ഷേ ചില പ്രൊഫഷന് മാത്രം റിട്ടയർമെൻ്റ് ഇല്ല. അപ്പോൾ അതുപോലൊരു പ്രൊഫഷനാണ് ആക്ടിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ ആൾക്കാർ അനുവദിക്കുന്നിടം വരെ, അല്ലെങ്കിൽ ആൾക്കാർക്ക് മടുക്കാതിരിക്കുന്നിടം വരെ നിങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കുന്നതാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോൾ തിക്കുറിശ്ശി സുകുമാരൻ നായർ വളരെ വയസ്സായിട്ട് സമയത്തും അഭിനയിക്കുമായിരുന്നു. ഇന്ത്യയിൽ ഒരുപാട് ആക്ടേഴ്സ് വയസ്സായിട്ട് അഭിനയിക്കുന്നുണ്ട്. കൂടുതലും ഇപ്പോൾ ഹോളിവുഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവർ കുറച്ച് വയസ്സാകുമ്പോഴാണ് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ്. തീർച്ചയായിട്ടും കഥകളിയിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. വളരെ പ്രായം കൂടുന്തോറുമാണ് അവർക്ക് അതിനുള്ളൊരു എന്താ പറയുക റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അതിനോടുള്ളൊരു പോസിബിലിറ്റിയൊക്കെ കൂടുതലുണ്ടാകുന്നത്. എല്ലാ കലകളിലും അങ്ങനെയാണ്. തീർച്ചയായിട്ടും 35 വർഷമല്ല, നമ്മൾ മരിക്കുന്നിടം വരെ ഈ പ്രൊഫഷനിൽ തന്നെ നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പുണ്യമായിട്ട് കരുതുന്നത്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, സന്തോഷം എന്ന് പറയുന്ന ലാലേട്ടൻ ഒരു യാത്ര പോലെയാണല്ലോ, ആ യാത്രയെക്കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും സങ്കടപ്പെടാനുള്ള കാരണങ്ങളില്ലെങ്കിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. പെട്ടെന്നൊരു കാര്യം കേട്ടപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിലാണ് കൂടുതൽ സങ്കടപ്പെടേണ്ടത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ കാഴ്ചപ്പാടിലൊക്കെ പണ്ട് സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പഴയ കാലത്തെ സങ്കടങ്ങൾ ഷോൾഡർ ചെയ്യാന്ന് പറയും. നമ്മളിങ്ങനെ ക്യാരിങ് സാക്സ് ഓഫ് ഇമോഷൻസ് എന്നൊക്കെ പറയും. അപ്പോൾ അത് വലിയ രീതിയിൽ സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും ദൈവം തന്നിട്ടുണ്ട്, അല്ലേ? നമ്മുടെ സൗഹൃദങ്ങൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ, നമ്മൾ ഏതായാലും ഒരു ജേണിയാണല്ലോ, നമുക്ക് തുടങ്ങി എന്തായാലും ഇത് അവസാനിപ്പിക്കണം. അപ്പോൾ ആ യാത്രയിൽ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷിച്ച് മറ്റുള്ളവരുമായിട്ട് ആ സന്തോഷം ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു നല്ല യാത്രയായിട്ട് മാറ്റുക എന്നുള്ളതാണ് ജീവിതം. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ റിഫ്ലെക്സുകളൊക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? പെട്ടെന്ന് അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ സന്തോഷത്തിന് തന്നെയാണ്. Another thing that I've heard about you is you're a dream chaser. ഭയങ്കര ഇഷ്ടമാണ്, ലൈക്ക് യു വോണ്ട് ടു അച്ചീവ് വാട്ട് യു ഹവ് സീൻ ആസ് എ ഡ്രീം, അല്ലേ? അപ്പോൾ ഡ്രീമിനെ കുറിച്ച് പറയുമ്പോൾ വാട്ട് യു ഹാവ് ടു സേ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം അങ്ങ് പറഞ്ഞ കാര്യം 100% ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ അങ്ങനെ അധികം ഡ്രീം ചെയ്യാത്ത ഒരാളാണ്. ഓക്കെ. രണ്ട് രീതിയിലാണ്. ഞാൻ പലപ്പോഴും നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ്. അതിൻ്റെ പുറകെ ഓടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ലുക്കിംഗ് ഒരു കാര്യത്തിൻ്റെ ഒരു ആസ്പെക്റ്റിനെ കാണുന്ന രീതിയിലുള്ള മാറ്റമാണ് ഞാൻ പറയുന്നത്. അല്ല, എനിക്ക് ഇങ്ങനൊരു കാര്യം വേണം, അല്ലെങ്കിൽ ഇങ്ങനൊരു റോള് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എനിക്ക് ജീവിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. അതിൻ്റെ ബേസിക്കായിട്ട് ഞാൻ പണ്ട് ഒരുപാട് ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത് ഇഫ് ഐ ഡ്രീം ഐ വിൽ അച്ചീവ് ഇറ്റ് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അതൊരു കുറച്ച് കഴിയുമ്പോൾ ഒരു പേടിയായിട്ട് മാറും. നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു രസമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ ഈ സെറ്റിൽ ഇപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ വരുന്നത് ഞാൻ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നാണ്, അല്ലേ? ഇപ്പോൾ രാവിലെ വന്നിറങ്ങുമ്പോഴും എനിക്ക് ഏറ്റവും രസകരമായിട്ട് തന്നെയാണ് വന്നിറങ്ങുന്നത്. എൻ്റെ ഒരു ആദ്യ സിനിമ പോലെ തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അത്രയും ഒരു ഫയർ എൻ്റെ മനസ്സിലാണ്. അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ
നിങ്ങളുടെ പ്രൊഫഷനെ വഞ്ചിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ്. അതെ അതെ അപ്പം അങ്ങനെ അപ്പം നിങ്ങൾ അത്രയും കൺവിക്ഷനോടുകൂടി അത്രയും സത്യസന്ധമായിട്ട് ട്രൂത്ത്ഫുള്ളായിട്ട് നിങ്ങളുടെ ഡിസയറിനെ ക്യാരി ചെയ്യുകയാണെങ്കിൽ നേച്ചർ ഹാസ് ടു ഗിവ് യു എന്നാണ്. അപ്പോൾ പലരും പറയും ഞാൻ ഭയങ്കരമായിട്ട് നല്ലതായിട്ട് പാട്ട് പാടാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ നന്നായി ഡാൻസ് ചെയ്യാറുണ്ട്, എന്നിട്ട് എനിക്ക് ഒരു വലിയ ഡാൻസറാകാൻ പറ്റിയില്ല. അപ്പോൾ എന്താണെന്ന് അവർ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. അവരതിന് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ നല്ലൊരു പാട്ടുകാരനാണെന്ന് ഞാൻ പറഞ്ഞാൽ പോലല്ലോ, മറ്റുള്ളവരാണ് പറയേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ അടുത്തുള്ള ഒരു കാര്യമായിട്ടല്ല പറയുന്നത്, എല്ലാവരോടും പറയുന്നത് ഇഫ് യു ഹാവ് എ ഡ്രീം ഓർ എ ഡിസയർ യു ഹാവ് ടു വർക്ക് ഫോർ ദാറ്റ് അല്ലേ. യു ഹാവ് ടു അതിൻ്റെ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ചുമ്മാ ഡ്രീം ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ. നിങ്ങൾ അതിനു വേണ്ടി വളരെയധികം അതിനൊരു ഇൻറ്റഗ്രിറ്റി വേണം, അതിനൊരു ആത്മാർത്ഥത വേണം, ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിനോട് സത്യസന്ധത വേണം. ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴേ ആ ഡ്രീം നന്നാവും. അപ്പോൾ എനിക്കപ്പോൾ എൻ്റെ അടുത്തൊരു ഡ്രീം റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്കില്ല, ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്നുള്ളതാണ്.